കാണിക്കാനൊക്കെ ഏതാ കാട്ടിലല്ലേ? കുറെ കോരി ഉണ്ടാക്കിയിട്ട് കാര്യമല്ലല്ലോ, ചത്തിട്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ അടുത്തുനിന്ന് ഒരു കരിങ്കൽക്കോറി വെള്ളം അടിച്ചിട്ടായിരുന്നു മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ പോയി കണ്ടാലോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കരിങ്കൽക്കോറിയാണ് കേട്ടത്. ഇതെന്നാണ് നമുക്ക് മീൻ പിടിക്കാനുള്ളത്. ഇതിലിപ്പോൾ വെള്ളമൊന്നും അധികമല്ല, ഒരു മുട്ട വരക്ക് വെള്ളമേ ഉള്ളൂ. അതന്നെ പകുതി ചേറും ഇതൊക്കെയാണ്. അപ്പോൾ ഇതിലൊരു 2 HP മോട്ടർ, നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന മോട്ടർ ഉണ്ടല്ലോ, അതൊന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ പെട്ടെന്ന് കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിന്ന് മെല്ലെ മീനുകളിങ്ങനെ വെള്ളം കുറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടാനും മുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ പിടിച്ചു തുടങ്ങാം. അല്ലേ പരമാവധി കയറിക്കോട്ടാറാ കേട്ടില്ലേ? പിന്നെ ഇതിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടില, പിന്നെ അതേപോലെ രോഹു, അതൊക്കെയാണ്. അത് രണ്ടും തന്നെയാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് സിലോപ്പി ഉണ്ടല്ലോ, ഗിഫ്റ്റ് സിലോപ്പിയ, അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വലിയ സൈസും കാര്യങ്ങളൊന്നും ഇല്ല. ഒക്കെ ഒരു 1/2 കിലോ 3/4 കിലോ ആ ഒരു സൈസായിട്ടുള്ളൂ. വെള്ളം കുറേയൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ മീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ചാടുന്നുണ്ട്. ചെയ്ത് മെല്ലെ പോയിട്ട് ഈ കല്ലുകളുടെ ഇടയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന മീനുകളൊക്കെ പോയി പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളം കുറഞ്ഞിട്ട് മീൻ പിടുത്തം തുടങ്ങാം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ വെള്ളത്തിലിടുന്ന മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ അതിൽ ചളി പോയി അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം പമ്പ് ചെയ്യാൻ പ്രയാസക്കാരം. അപ്പോൾ പരമാവധി വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് പിന്നീട് പിടിക്കാം. ചെയ്തൊന്നും ഇങ്ങോട്ട് പോയോ? മീനുകൾ ഇവിടെ ഈ ക്യാമറ വെച്ച് ഈ കല്ലിൻ്റെ അടിയിലേ, ഇതിൻ്റെ അടിയിൽ ഒന്ന് വിളിച്ചിട്ടുണ്ട് കുറേ മീൻ. ഇങ്ങനെ കൂട്ടത്തോടെ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടാൻ കാണാനല്ല രസമല്ലേ, ഇങ്ങനെ കാണിക്കാനൊക്കെ അടിപൊളിയായി. ഏതാ കാട്ടിലല്ലേ? ആ പോയി കുറച്ചും കൂടി വെള്ളം കമ്മിയായിട്ട് പിടിക്കല്ലേ. വെള്ളം പിന്നെയും കുറച്ചും കൂടി കമ്മിയായി. ഒക്കെ മീൻ ഒക്കെ ഇങ്ങനെ കരയത്ത് കൂടിയാണ് നടക്കുന്നത്. കുറച്ച് വെള്ളമുള്ളൂ, ബാക്കി ചേറാണ്. ഈ കാണുന്ന ഈ പരന്ന് നിൽക്കുന്നത്, ഈ പൊന്തി നിൽക്കുന്ന പുള്ളി കാണുന്ന മൊത്തം മീനാട്ടോ. അതൊക്കെ നമുക്ക് പിടിക്കാനുള്ളതാ. ഇതെങ്ങനെ പിടിക്കണമെന്നോ, ഇതങ്ങനെ ഒന്നിച്ച് പിടിക്കാനും പറ്റൂല. ഇത് ജീവനോടുക്കനെ വേണം പിടിക്കണം എന്ന് കരുതിട്ടാ. അപ്പോൾ ഇത് കൈവലക്ക് കുറച്ച് പിടിച്ചിട്ട് അപ്പുറത്ത് നമ്മൾ ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിമെൻറ്റിൻ്റെ ടാങ്കുകളുണ്ട്, അതുപോലെ ടാർപോളിൻ വെച്ചിട്ട് ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിൽ ജീവനോടെ പെട്ടെന്ന് അതിൽ തന്നെ കൊണ്ടുപോയിടണം. അപ്പോൾ നമുക്ക് കുറച്ച് കൈവല ഉപയോഗിച്ചിട്ട് പിടിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ വെള്ളം കുറേയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ പകുതി വെള്ളത്തിലാണ് മീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കണ്. ബാക്കി ചേറാണ് ഈ മീൻ നിൽക്കണ. ഇതിൻ്റെ അടിയിൽ ചേറാണ്, പകുതി മുക്കാൽ ചേറാണ്. കുറച്ച് വെള്ളത്തിലപ്പോൾ മീൻ നിൽക്കണം. അപ്പം ഇനി നമുക്ക് എന്ത് അറിയോ, കൈവല വെച്ചിട്ട് നല്ല തലക്കന്ന് പിടിച്ച് തുടങ്ങാം. നോക്കല്ലേ ചെയ്താ നോക്കാം. ബക്കറ്റിലിട്ടിട്ട് അങ്ങനെ കൊണ്ടുപോയത്. ഇവിടെ ദിവസം ഇതേ ബാക്കിലതാ.
മതി കുറച്ചീച്ച പിടിച്ചാൽ മതി. കേട്ടാ കൊണ്ടുപോയിട്ട് വരാം. ചാവുഞ്ഞേ മതി. ആ ബക്കറ്റിൽ വെള്ളാക്കി പിടിച്ചേണ്ടി വരും. ഇങ്ങോട്ടെ വലിക്ക് നോക്കട്ടെ. അങ്ങനെ ചേറ വിസിലോടെ ഞാനേ പൗതിയ കൊടുന്നരാ മറ്റേ ബക്കറ്റില്. മറ്റേ ബക്കറ്റ് എടുത്തു. കൊറേ കോരി ഉണ്ടാക്കിയിട്ട് കാര്യമല്ലല്ലോ ചത്തിട്ട്. മറ്റേ ബക്കറ്റ് പിടിച്ചോ. മതി. അല്ല അത് കിട്ടോ. നോക്ക കഴിഞ്ഞിട്ട് തൂക്കും വേണ്ടേ. ഇപ്പോഴേ ചങ്ങന്മാരെ ഇവിടെ നിക്കല്ലേ, ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോയിട്ട് വിൽക്കാന്. ഇത് നമ്മള് വണ്ടിയിൽ ലൈനിൽ കൂടി അങ്ങനെ കൊണ്ടുപോയിട്ട് വിൽക്കണം എന്ന് വിചാരിക്കണം. അതിനാണ് ഇപ്പൊ ഇത് ജീവനോടെ പിടിക്കണം. ഇത് മുഴുവനൊന്നും ജീവനോടെ നിൽക്കൂല. ഇത് കുറേയൊക്കെ ഇപ്പം തന്നെ ഇതാവും, ചാവും. അപ്പോൾ നല്ല ഉഷാറുള്ളതിനെ നോക്കിയിട്ട് മാത്രം നമ്മൾ ടാങ്കിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കണമെന്ന് വിചാരിക്കണം. ഇത് പെട്ടെന്ന് ഇരുട്ടാവണതിന് മുമ്പ് പെട്ടെന്ന് പിടിച്ച് തീർത്തിട്ടേ വൈകിട്ട് നമുക്കിത് കൊണ്ടുപോയി വിൽക്കണം. ഞാനേ അപ്പുറത്തെ ഒരാൾ മീൻ വിൽക്കാനുള്ളതൊക്കെ ബോക്സിലാക്കി സെറ്റാക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോയി കാണിച്ചു തരാം. ചെയ്താൽ തരും കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയി നോക്കി തരാം. അപ്പോൾ നമ്മൾ പിടിച്ച മീനുകളൊക്കെ ഇതാ ഈ ഒരു സിമെൻറ്റ് ടാങ്കിലും ഇത് കൂടാതെ വേറൊരു ടാർപോളിൻ ഷീറ്റ് കൊടുത്തിട്ട് നമ്മൾ 4 സൈഡ് കെട്ടിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ ടാങ്കും കൂടി അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും കൂടിയാണ് ഈ മീനുകൾ കൊടുന്നിരുന്നത് കേട്ടോ. ഇതിൽ വലിയ കുഴപ്പമില്ലാതെ ഇതായി നിൽക്കുന്നുണ്ട്. ചിലതൊക്കെ അങ്ങനെ ചാവണുണ്ട്. അപ്പോൾ തീരെ ഉഷാറില്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ വിൽക്കാനുള്ള ബോക്സിലേക്ക് നമുക്കിപ്പോൾ കൊണ്ടുപോയി വിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോക്സിലേക്ക് മാറ്റും. കൂടുതലും രോഹു ഉള്ളത്. കട്ടിലുണ്ട്, കട്ടില കുറച്ച് കുറവാണ്. പിന്നെ ഉള്ളത് ചെറിയ സിലോപ്പിയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.